കൈവിട്ട് പോയല്ലോടെ എല്ലാം. ആശാനെ, നിങ്ങളുടെ ആരെങ്കിലും ആണോ? എന്റെ അച്ഛൻ പെങ്ങളുടെ ഭർത്താവാ. ഞാനിതെങ്ങനെയാടാ എന്റെ ചന്ദ്രയോട് പറയുക? അവക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റൂടാ? ബോഡി മോർച്ചറിയിലേക്ക് മാറ്റുക. ഒരു ആക്സിഡന്റ് കേസ് ആയതുകൊണ്ട് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ആശാനെ, ആശാനെ, ഇത് ഞാൻ എങ്ങനെയാടാ എന്റെ ചന്ദ്രയോട് എന്ന് പറയാ? അവക്കിത് സഹിക്കാൻ പറ്റൂടാ? ആശാനെ, ആശാനെ സങ്കടപ്പെടാതെ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. വീട്ടിൽ ഇവനെ വിളിച്ചോണ്ട് ഞാൻ ചെല്ലുവെന്നും പറഞ്ഞോണ്ടിരിക്കുക. എനിക്കിത് പറയാൻ പറ്റൂടാ? എന്റെ കൈയും കാലും ഒക്കെ തളരുക. ആശാനെ, ഈശ്വരൻ പ്രകാശന് എത്ര ആയുസ് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ സമാധാനിക്കാനേ നമുക്കിപ്പോ പറ്റൂ ആശാനെ. എന്റെ മനസ്സിലിപ്പോ അതൊന്നും അല്ല ചന്ദ്ര. എടാ, അവളോട് ഇതാര് പറയൂടാ? അവളിതെങ്ങനെ സഹിക്കും? ഇതാര് പറയൂടാ? എനിക്കറിയില്ല. അവളോട് പറയാൻ എനിക്ക് സാധിക്കില്ല. എന്നോട് പറയാൻ പറയേ വേണ്ട. അയ്യോ ഈശ്വര. എനിക്ക് നീതി കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവില്ല. എനിക്ക് എന്റെ മോളില്ലാതെ പറ്റില്ല. എത്ര ദിവസം വേണമെങ്കിലും ഞാനിവിടെ കുത്തിയിരിക്കും. എന്റെ കുഞ്ഞിനെ വീണ്ടെടുത്ത് തന്നില്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേഷന് മുന്നിൽ കെട്ടി തൂങ്ങിച്ചാവും. സാറേ, ഇത് കുഴപ്പമാകുന്ന തോന്നുന്നത്. അല്ല, CI സാർ വരാന്ന് പറഞ്ഞിട്ടില്ലേ? CI സാർ വരട്ടെ. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വല്ല സ്ഥലത്തും പെട്ട് നിൽക്കുകയായിരിക്കും. നമ്മളും പെട്ട് തന്നെ നിൽക്കുക.